ആഘോഷ നിറവിലാണ് സംസ്ഥാനത്തെ സ്കൂളുകളും. കേരള തനിമയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾ ആഘോഷങ്ങൾ കളറാക്കി. വിഭവസമൃദ്ധമായ സദ്യ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, ഓണത്തിന്റെ ആഘോഷ നിറവിലാണ് കുട്ടികളെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഒരു പിടി സന്തോഷമുള്ള വിദ്യാർത്ഥികൾക്ക് നടുവിൽ നിൽക്കുന്ന രാഹുൽ, എങ്ങനെയാണ് അവിടുത്തെ ആഘോഷം പൊടിപിടിക്കുന്നത്? ക്രിസ്ത്യനെ, നമ്മൾ കോഴിക്കോട്ടെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണുള്ളത്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ആഘോഷമാണ്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ആഘോഷത്തിന്, ഈ ആവേശത്തിന് ഒരു കുറവും ഇല്ല എന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രാവിലെ 9 മണിക്ക് തുടങ്ങിയതാണ്. സമയം ഇപ്പോൾ 1 മണിയാകുന്നു. സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ഇവർ കടക്കുകയാണ്. രാവിലെ അത്തപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു. ആ ആഘോഷത്തിന് പിന്തുണയായിട്ട് മാവേലി ഉണ്ടായിരുന്നു, പുലിക്കളി ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ആഘോഷമാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരീക്ഷയായിരുന്നു. ആ പരീക്ഷയ്ക്കും അതിനെല്ലാം ഇടവേള നൽകിക്കൊണ്ട് ഒരു ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇവർ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഓണാഘോഷം? എങ്ങനെയുണ്ട്? പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവധി എങ്ങനെ ആഘോഷിക്കാൻ പോണേ? ഇനി അവധി എങ്ങനെ ആഘോഷിക്കാൻ പോകുന്നേ? പുതിയ ഉടുപ്പൊക്കെ കിട്ടിയോ? സദ്യക്കുള്ള തയ്യാറെടുപ്പിലാണോ? 12 കൂട്ടം സദ്യയാണ് ഇവിടെ. 12 കൂട്ടം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും വിദ്യാർത്ഥികൾ വലിയ ആവേശത്തിലാണ്. ഇനി 10 ദിവസം ഇടവേളയാണ്, അതിനുവേണ്ടി തയ്യാറെടുപ്പിനാണ്. എന്താണെങ്കിലും പരീക്ഷ കഴിഞ്ഞ ശേഷമുള്ള ആ ദിവസം ആഘോഷമാക്കി എന്ന് പറയാം. വേറെ വൈബാണ്, വേറെ ലെവലാണ് സ്കൂളുകളിലെ ആഘോഷം. ക്രിസ്റ്റീന, ശരി. എന്തായാലും ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ഓണാഘോഷങ്ങൾ കളറാക്കുകയാണ് വിദ്യാർത്ഥികൾ. ആഹ്ലാദ നിറവിലാണവർ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേള.